ഇതേത് കണക്കാണ്? നല്ല കണക്കായി പോയി. ഇത് നമ്മുടെ സ്വർണ്ണ പണയത്തിന്മേൽ പണ്ടം കടം കൊടുക്കപ്പെടും പ്രൈവറ്റ് ലിമിറ്റ്സിന്റെ. ഇത് പറഞ്ഞു വരുമ്പോ അത് നഷ്ടത്തിലാവൂ? ഇല്ല, ഇത് പറയാതെ തന്നെ നഷ്ടത്തില്ല. 31 ലക്ഷം രൂപ. 30 നമ്മുടെ മുടക്ക് മുതൽ, 31 ലക്ഷം രൂപ നഷ്ടം. ഇതെന്തൊരു കണക്കാണ്? 30 ലക്ഷം രൂപ നമ്മൾ കൊടുത്തത്, അത് ചോദിക്കാൻ തന്ന ചെലവ് 1 ലക്ഷം രൂപ. അതിനെന്തിനാണ് 1 ലക്ഷം രൂപ? എനിക്ക് വന്ന ഹോസ്പിറ്റൽ ചെലവ് ഉൾപ്പെടെയാ പറഞ്ഞത്. ഒലക്ക, ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല. സിക്കന്ദർ പോലും അറിയാതെയാ ഞാൻ ഈ പണി ചെയ്യുന്നത്. അത് സാരമില്ല, സിക്കന്ദറിനെ ഞങ്ങൾ അറിയിച്ചോളാം. എത്ര ലക്ഷമാ നഷ്ടം വന്നത്? 31. ആർക്ക് നഷ്ടം? ആദ്യം തന്നെ തുക്തര ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം. ദേ, അതിന്റെ മുന്നോടിയായി അത് കൊള്ളാം. ആദ്യ ബിസിനസ് അവള് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാമെന്ന്. കൊള്ളാം. സിക്കന്ദറിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. നാളെ 7:30 മണിക്ക് ഉദ്ഘാടനമെന്നാ പറഞ്ഞത്. പോടോ, നാളെ 7.5 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം. കസ്റ്റമർക്ക് അവള് കൊടുത്തോളും. മുതലും പലിശയും ഇവള് തന്നെ തിരിച്ചു തരും. കൊള്ളാം. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ? ഒരു ഇടി വെച്ചിരു ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാങ്കുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് ഏതാന്ന് ചോദിക്കും. മൈക്കിളല്ല, കൈമൾ മാഷ്. ആ, കൈമൾ മാഷ്. ബാക്കി ഞാൻ അതെന്താ? അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ? കൈമൾ മാഷ മകന്റെ പേര്? ആ, മരിച്ചുപോയ ഉണ്ണി. മരിച്ചു പോയിന്ന് എടുത്തു പറയണ്ട, ഉണ്ണിന്ന് പറഞ്ഞാ മതി. മതി. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്? ആ, അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്കെങ്ങാനും കണ്ടുകഴിഞ്ഞാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ? ഞാൻ തന്നെ പോവാം. എടാ പെട്ടി. ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവിയാ. എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോകാം. നിർത്ത് നിർത്ത് നിർത്ത്. ഇത് കൈമൾ മാഷിന്റെ വീടല്ലേ? ആ, എനിക്കെങ്ങനെ അറിയാം? എങ്കിൽ എനിക്കറിയാം, ഇത് തന്നെയായിരിക്കും കൈമൾ മാഷിന്റെ വീട്. വെറുതെ തെറ്റിക്കല്ലേ? മാറേ, സൈഡ് തന്നെ, ഒരാൾക്കുള്ളൊരു വഴി തന്നെ, പ്ലീസ്. ഹലോ, ഒന്ന് നീങ്ങിയേ. ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ? അതെ. പൈതമായി, നിങ്ങൾ ആരായിട്ട് വരും? ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ കൈമൾ മാഷ്. എന്താ എന്താ കാര്യം? ഈ വീടെന്താ ഡോൾബി സിസ്റ്റമാണോ? എന്താ? ഇതാണ് കൈമൾ മാഷ് അല്ലേ? എന്താ തന്റെ ആവശ്യം? ഞാൻ യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ട് വന്നാണ്. അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പാർട്ട്ണർ. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. എങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിലെ താൻ കൂടെ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്നവരവരില്ല. വീട് കത്തിക്കാനോ? അതെ, താൻ കൂടെ കുടിക്കോ. എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ അങ്ങോട്ട് ചുട്ടെനിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു, ഞങ്ങൾക്കും അതൊരു പരിഹാരമാകും. ഇങ്ങോട്ടാണടാ രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ. എടാ, നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും. അയ്യോ, ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ. ഈ പെട്ടി ഉൾപ്പെടെ. എന്താ പറഞ്ഞേ? പണം കൊടുക്കാൻ വന്നതാണെന്ന്. ആർക്ക്? കൈമൾ മാഷിന്. ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്? യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷ് ആയെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ്. ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില്. എന്നാ തുറക്കടാ പട്ടി ഈ പെട്ടി.
ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും മാനവും രക്ഷിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമസ്കാരം. ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ? എന്താ? ആ സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ. കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ആ ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ? ആ, ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. ആട്ടെ, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ആ, ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്, മിസ്റ്റർ സുജാത. ആ എരണം കെട്ടവളുടെ പേര് ഇവിടെ മിണ്ടരുത്. ശരി, പേര് പറയുന്നില്ല. ആ കുട്ടി ഒന്ന് കാണാൻ പറ്റും? അവളിവിടെ ഇല്ല. അവള് ഭർത്താവിന്റെ വീട്ടിലാ. ഭർത്താവാണ് പോലും. ഭർത്താവ്. ഫു. അവൻ ഇവനല്ലല്ലോ അവൻ. ഇതാരാ? നീ ഉണ്ണിയുടെ ആരാന്നാ പറഞ്ഞേ? ക്ലോസ് ഫ്രണ്ട്. അപ്പൊ ഇതാരാ? അതെന്നല്ലേ ഞാൻ ചോദിച്ചത്, ഇവൻ ആരാണെന്ന്. ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല. എടാ, ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ഉള്ളു റോസ്കൾ. മേലാൽ ഈ പേരും പറഞ്ഞിവിടെ വന്നാലുണ്ടല്ലോ. എടാ ചതിയാ, കൂടെ നടന്ന് ചതിക്കരുതാരെയും. ഒന്നും നിങ്ങളുടെ ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ. എന്നോടെങ്കിലും രക്തം നിനക്ക് മിണ്ടായിരുന്നില്ലേ? പറയടാ, നിന്റെ ഊമസ്വരൊന്നും ഞാൻ കേൾക്കട്ടെ. മരിച്ച നിന്നെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സംസാരിക്കടാ. എടാ, സംസാരിക്കാൻ. എന്നോട് ക്ഷമിക്കടേ രമണ. എന്താ ഇവിടെ? കണ്ടുപിടിച്ചു. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഇവൻ മിണ്ടി. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ, ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ? ഉണ്ട്. ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ. തുണി എടുത്തിട്ടിട്ടുണ്ട്, അലക്കിക്കോ. എല്ലാം ഞാൻ അലക്കും. ഭർത്താവാണ് പോലും ഫൂ എന്നും പറഞ്ഞൊരു തുപ്പും തുപ്പി. ഏതായാലും അമ്മാവനും അവളുടെ ഭർത്താവും തമ്മിൽ തീരെ യോജിപ്പിലല്ല. അല്ലെങ്കിലും അമ്മാവൻ ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ട് പോവില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ. അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പാവം കുട്ടിയവള്. എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ? ഫോട്ടോ? ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ എന്നോട് മിണ്ടണ്ട, നമ്മ തമ്മിൽ ശരിയാവൂല. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? നാട്ടിലേക്ക് പോയാലേ അവരൊക്കെ നേരിട്ട് കാണാലോ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും. ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല. അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന്? ഊവ്, സിഖ് മതവും സ്വീകരിച്ച് തൽക്കാലം ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്ക. ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ ഇവളെ നിനക്ക് കെട്ടിച്ചു തരും. സത്യ പറഞ്ഞത്. ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ. നിനക്കിഷ്ടാണോ? അല്ല, അത് ഞാനീ ഇഷ്ടാണോ അല്ലേന്ന് പറ. ഇഷ്ടാണോ? ഇഷ്ടല്ലേ? അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. അയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തമാശക്ക് കോമഡി ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു. എന്നെങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഞാൻ വീഴ്ത്താൻ. എന്റെ തുണി എന്തായാലും അവനായിട്ടുണ്ടാക്കി വെച്ച കടം പോയി കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തന്നെ വീട്ടി. പക്ഷെ ഒരു കടം മാത്രം ബാക്കിയായി. എന്റെ മോടെ കടം ഈ അമ്മാവൻ എങ്ങനെ വീട്ടുക?
നിനക്കും വേറൊരു ജീവിതം വേണമല്ലോ. കഴുത്തിലൊരു ചരട് കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്നല്ലേ. ഒക്കെ മറക്കണം, മറന്നേ പറ്റൂ. ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിയുന്നില്ല അമ്മാവ. ജീവൻ പോയാലും മനസ്സിൽ നോണ്ടിട്ട് പോവില്ല. എന്നാലും സന്തോഷമുള്ളൊരു ജീവിതം വേണ്ടേ എന്റെ മോക്ക്? അമ്മാവ, ഉണ്ണേട്ടന്റെ വിധവ എന്ന് പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തന്നൂടെ? അതിനേക്കാൾ വലിയ സന്തോഷം ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല. ഏയ് എരിയുന്ന കരളിന്റെ കനലുകൾ തിരയുന്ന സുഖം സുഖം എവിടെ? കൊള്ളാലോ. ഇതാരെ കുറിച്ചാ? എന്നെ കുറിച്ചോ? നിങ്ങൾക്കൊരു കവിത എഴുതാനെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു അഭ്യാസം? പുള്ളിമാൻ. ഇനി കൊരങ്ങായിരിക്കൂ. എന്നെ കൊരങ്ങെന്ന് വിളിക്കൂ. ഏയ്, എന്താ? ഞാനൊരു കൂട്ടം കാണിക്കട്ടെ. എന്താന്ന് പറയാമോ? കാണിക്ക്. ദേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ആ, നിനക്ക് ഈ കിട്ടി തല്ലൊന്നും പോരല്ലേ? ഇതെന്ത് പണ്ടാറാണാവോ? കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം. ആഹാ. ഐ ഞാൻ, എല്ല് ഞാൻ എല്ലനാന്നോ? അയ്യേ യു. എന്റെ എല്ലു ഊരുന്ന? അതാവില്ലല്ലോ. ഐ എൽ യു. ഇലു. ഇലു ഇലു ക്യാ ഹേ? ഐ ലവ് യു. എന്താ, നിനക്കൊന്നും അറിയില്ലേ? അറിയാം. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. പക്ഷേ അവൾ അതിര് വിട്ടിട്ടൊന്നും. എനിക്കറിയാം, എനിക്കറിയാം എന്റെ കുട്ടിയെ. അവൻ ഗംഗാധരന്റെ ആരാന്നാ പറഞ്ഞത്? അത് അനന്തരവൻ. തന്റെ അനന്തരവൻ എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട്? ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പോ അവൻ എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണ സാബ്. സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം. പോരെ? പോരാ, എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവന്റെ അച്ഛനും അമ്മയൊക്കെ. അത് മാത്രം ചോദിക്കരുത് സാബ്, പറയാൻ എനിക്ക് വാക്കുകളില്ല. അത് വിടും. അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ്. അവൻ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത് സാബ്? എന്റെ സഹോദരിയെ കുറിച്ച് അറിയാലോ. അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഒക്കെ സ്വത്ത് മോഹിച്ചു വരുന്നവരാ. സ്വത്ത് കൈക്കലായാൽ അവൾ അവർക്കൊരു ഭാരവും. അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരമാവില്ല. സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും. ഇപ്പോ താനൊന്ന് മനസ്സുവെച്ച സംഗതി കൊള്ളാം. പക്ഷെ ഇതേ കുറവുള്ള ഒരാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല. ആകപ്പാടെ പരിചയമുള്ള സാബ. ആ, സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പഞ്ചാബിലല്ല,
ഇവിടെ തന്റെ അനന്തരവൻ അവനെ ഞങ്ങൾക്ക് തന്നൂടെ? ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ. പഞ്ചാബിയെന്നോ മലയാളിയെന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. സാബ് പറയുന്നത് ഈ കല്യാണം? അതെ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്നോട് ചോദിക്കാണ്ട് എന്റെ കല്യാണം നടത്താൻ അയാൾ ആരാ? നിന്റെ അമ്മാവൻ. അമ്മാവൻ മണ്ണാങ്കട്ട. എന്റെ കല്യാണത്തിന് എന്റെ സമ്മതം വേണ്ടേ? പക്ഷെ നിന്നോട് സമ്മതം ചോദിച്ചാൽ നീ കേൾക്കൂലല്ല. കേട്ടാ തന്നെ മിണ്ടേയില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. രമണ, നിങ്ങൾക്ക് ആർക്കും എന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ? ഇനി എന്ത് മനസ്സിലാക്കാൻ? മിണ്ടാതിരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ കല്യാണം നടക്കും. മിണ്ടാ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ മരണവും നടക്കും. ഇതിൽ ഏത് ഓട്ടോമാറ്റിക് വേണം നീ തീരുമാനിക്കും. ആലോചിക്കാനൊന്നുമില്ല. ഇത് ശരിയാവില്ല. ഈ ബന്ധം നമുക്ക് ചേരില്ല. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നൊരുത്തൻ. അവനെയാണ് ഇത്രയും കാലം കാത്തിരുന്ന് പൊന്നാര പെങ്ങൾക്ക് കണ്ടുപിടിച്ചത്. അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാൾ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. സ്നേഹിച്ചാൽ മാത്രം മതിയോ? ജീവിക്കട്ടെ. അവൾക്കോ സംസാരിക്കാൻ കഴിയില്ല. കെട്ടുന്നവനും സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? എന്റെ ഈ നാവില്ലേ, അതവർക്ക് വേണ്ടി സംസാരിക്കും. എന്റെ ഈ കാതുകളില്ലേ, അതവർക്ക് വേണ്ടി കേൾക്കും. നിനക്ക് എടാ, ഈ വീട്ടിൽ ആരെങ്കിലും ഇവരെ തെറ്റ് ചെയ്താൽ നീയാണ് അവരെ ശിക്ഷിക്കുന്നത്. ഒരക്ഷരം പോലും എതിര് പറയാതെ ഞാനും അത് അനുസരിച്ചിട്ടുണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്യാൻ പോകുന്നത് നീയാണ്. നീ അനുഭവിക്കും. ഈ മനീന്ദ്ര സിംഗ് ആണ് പറയുന്നത്. നീ ഒരുപാട് അനുഭവിക്കും. അനുഭവിച്ചോളാം, എതിർക്കില്ല. ഈ സ്വത്ത് മുഴുവൻ ചാച്ചാജിയുടേതാണ്. ഒക്കെ തിരിച്ചേൽപ്പിക്കാം. ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം നടത്താനുള്ള സാവകാശം മാത്രം കിട്ടിയാൽ മതി എനിക്ക്. നീ എന്താ പറഞ്ഞത്? നീ നോക്കി നടത്തിയതെല്ലാം, നീയായിട്ട് വലുതാക്കിയെല്ലാം ഇട്ടിട്ട് പോവാന്നോ? ഈ സ്വത്തുക്കളെല്ലാം കിട്ടിയിട്ട് കിഴവൻ എന്തിനാടാ? നിന്നെക്കാൾ വലിയൊരു സ്വത്ത് എനിക്ക് വേറെ ഏതാ ഉള്ളത്? നമുക്ക് ചതുവ് പറ്റിക്കൂടാ. നമ്മുടെ മോക്ക് ചതുവ് പറ്റിക്കൂടാ. അതുകൊണ്ടാ ചാച്ചാജി പറഞ്ഞത്. ഇല്ല ചാച്ചി, അവൻ നമ്മളെ ചതിക്കില്ല, എനിക്കുറപ്പാ. ഭയ്യ, ഭയ്യ, ഭയ്യാന്ന് വിളിക്കാൻ യോഗ്യത എനിക്കില്ല. ഇത്രയും നാളും ഞാനൊന്നും കേൾക്കാതിരുന്നതാ, ഒന്നും മിണ്ടാതിരുന്നതാ. എന്റെ ഗതികേടും ചാച്ചാജി, ഞാൻ എന്റെ നിവൃത്തികേടുകൊണ്ട് ഞാൻ... അതേടാ, നിവൃത്തികേട് കൊണ്ട് ആരും ചെയ്യുന്ന പണിയാണിത്. ആൾമാറാട്ടം, മോഷണം, അങ്ങനെ പലതും. പക്ഷേ നിനക്ക് സ്ഥലം തെറ്റിപ്പോയി. ഞങ്ങളോട് കളിച്ചാലുള്ള ഫലത്തെ തരിക നിനക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ തലനിറം? ഇനിയും നിന്റെ പെങ്ങൾക്ക് ഇവ തന്നെ മതിയെങ്കിൽ കെട്ടിച്ചു കൊടുക്ക്. കെട്ടിച്ചു കൊടുക്കടാ. എന്റെ പെങ്ങൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിനക്കെങ്കിലും വയ്യാന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പൊ ഞാൻ ആ വിളി കേട്ടത് ഒരു കൊള്ളന്റെ നാവിന്നാണ്. പറയൂ, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? ഭയ്യ, എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാം, എന്നോട് ചെയ്തൊക്കെയാ ക്ഷമിക്കാം. പക്ഷെ എന്റെ പെങ്ങളുടെ മനസ്സിലിടം കിട്ടാൻ വേണ്ടി അവളെ നീ വിശ്വസിപ്പിച്ചില്ലേ? സംസാരിക്കില്ല എന്നും കേൾക്കില്ല എന്നും. ആ ചതി ഞാൻ പൊറുക്കില്ല.
ഇനി നീ സംസാരിക്കില്ല ഒരിക്കലും. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതിന് അവകാശമുണ്ട്. ഏത് വേദനയും ഞാൻ സഹിക്കാം. പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ അവളെ ഞാൻ ചതിച്ചു എന്ന്, അത് ഞാൻ സഹിക്കില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ചതിച്ചിട്ടില്ല. അവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. അവൾക്കറിയാവുന്ന പോലെ എന്നെ ലോകത്ത് മറ്റാർക്കും അറിയില്ല. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, അവളും കൂടി ചേർന്നാണ് എന്നെ വെട്ടിയാക്കിയതെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല. ഭയ്യ, അവളെ ഉപദ്രവിക്കരുത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭയ്യ അറിയണം, സംഭവിച്ചെല്ലാം ഭയ്യ അറിയണം. ബേട്ടി, എന്താ ഇത്? നോക്ക്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരാളെ സഹായിച്ചു. ഈ വീടിന് മുന്നിൽ വന്ന് കരഞ്ഞിട്ടുള്ളവരെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതേ നീയും ചെയ്തുള്ളൂ. നിന്റെ ഇഷ്ടം ഏതാണോ അതേ നടക്കൂ. നിന്റെ സന്തോഷത്തൊക്കെ വലുതായിട്ട് ഈ പയ്യക്ക് വേറെ എന്താ ഉള്ളത്? അവനെല്ലാം ഞങ്ങളോട് പറഞ്ഞു. എല്ലാം. അവൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. ഞങ്ങൾക്ക് ബോധ്യമായി. ഇതുവരെ നീ ഒരുപാട് കള്ളം പറഞ്ഞു. ഒടുവിൽ സത്യവും. അത് സത്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഒരു അംഗമായി കഴിയുമ്പോൾ ഇതുവരെ നീ ജീവിച്ചത് എങ്ങനെയായിരുന്നാലും അതൊക്കെ മറക്കണം. നീ ഞങ്ങളുടേത് മാത്രമായിരിക്കണം. നിനക്ക് വേറൊരു അവകാശം ഉണ്ടായിക്കൂടാ. എല്ലാം സമ്മതമാണെങ്കിൽ ഈ കുടുംബം വിട്ട് മറ്റെവിടേക്കും പോവില്ല എന്നും ജീവിതകാലം മുഴുവൻ പൂജയോടൊപ്പം ഉണ്ടാവുമെന്നും നീ ഇവിടെ വെച്ച് സത്യം ചെയ്യണം. ഒരിക്കലും ലംഘിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ സത്യം ചെയ്യാവൂ. എന്നിൽ അവസാന ശ്വാസം നിലനിൽക്കും വരെ ഈ കുടുംബത്തെയും പൂജയും വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. സത്യം. എന്താടാ സലാം വെക്കടാ? പഴയ ഗംഗാധരനല്ല, ബന്ധുക്കാരനാ. സലാം സാബ്. മുതലാളി. മുതലാളി, മുതലാളി, നിക്ക്, നിക്ക്, നിക്ക്. മാറി നിൽക്കടാ, പൊതി തുടരുത്. മുതലാളി, അകത്തേക്ക് കയറല്ലേ, പുറത്തേക്ക് വെക്കൂ. എടാ, അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂല. പിന്നെ പുറത്തേക്ക് വെക്കാൻ കാലുണ്ടാവില്ല. മാറി നിൽക്കടാ. ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി. മോന തെറ്റിപ്പോയി, തെറ്റിപ്പോയി. അനന്തരവൻ, അനന്തരവൻ. അത് ഇന്നലെ വരെ. ഇന്ന് ഞാൻ അവനെ ദത്തെടുത്ത് സ്വന്തം മോനാക്കും. ആരും ഇന്ന് ദത്തെടുക്കും? അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാവും. എന്റെ ഈശ്വര, മുതലാളി ഞാൻ പറയണമെന്ന് കേൾക്ക്. ഇപ്പൊ അകത്തേക്ക് പോകും. പറയാൻ നീ ആരടാ? അവൻ മിണ്ടി. ആര് മിണ്ടി? കൂർക്ക, കൂർക്ക, കൂർക്ക. ഗൂർക്കേ? അച്ഛ, അച്ഛ, അച്ഛ. അച്ഛനാ? ഇവിടെ ഒരു ഗൂർക്കയെ കയറി അച്ഛാന്ന് വിളിക്കാൻ നാണമുണ്ടോ തെണ്ടി? മാറാ മുമ്പിന്ന്. എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അച്ചപ്പം, കുഴലപ്പം, ഇടിയപ്പം ഇല്ലേ? കൊണ്ടുവരാം. വേണ്ട, തന്നു വിടാം. താങ്ക്സ്. അതിനു മുമ്പ് അവനെ കാണണ്ടേ? അനന്തരവനെ. മോനെ, എന്താടാ സുഖം തന്നെയല്ലേ? ഇവൻ നിന്റെ ആരാധന പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ. അമ്മാവൻ. അം 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 മാവു മാവു മാവു. വൻ വൻ അമ്മാവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മാവൻ എന്നല്ലേ? അമ്മാവന് സുഖമാണോ? അവൻ സംസാരിച്ചു സാബ്. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരവൻ സംസാരിച്ചു. നീ ആദ്യമായിട്ട് ഒന്നുകൂടി സംസാരിച്ചേ. ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. എനിക്ക് ചെവിയും കേൾക്കാം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദറിനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യണം സാബ്. എടാ, ആക്ട് ചെയ്യണം. സത്യം പറയണോ? നീ ഊമയല്ലേ? അല്ല, സത്യമല്ലേ ഇവർക്കറിയാം. മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ,
ഒടിയാൻ പോണേ ഉള്ളൂ. ഇനി സിക്കന്ദർ തീരുമാനിക്കട്ടെ ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന്. ദേവൻ, എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാകൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട. അപ്പൊ പലിശ? അതും വേണ്ട. എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. ഏതായാലും നീ ഇപ്പൊ വലിയ നിലയിലെത്തിയല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവനെ മറക്കരുത്. അമ്മാവന്റെയും ഈ രമണന്റെയും കാരുണ്യമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കൂ? മറക്കില്ല, മരണം വരെ ഞാൻ മറക്കില്ല. ഉണ്ണിയുടെ വീട്ടിലുള്ളവർക്ക് ഒരായുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട് ഇതില്. ഇതവന്റെ വീട്ടിലെത്തിക്കണം. ശരി. ഒരു നിമിഷമെങ്കിലും അവനെ ഓർത്ത് അവരുടെ മനസ്സ് നിറയണം, സന്തോഷിക്കണം. നിന്റെ വീട്ടിലെന്താ പറയേണ്ടത്? ഞാനിവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. അറിയാലോ, ഇനി എന്നെ തേടി അവകാശികൾ ആരും വന്നൂടാ. എനിക്കിത് വേണ്ട. ഉണ്ണി തന്നേച്ചാണെന്ന് കരുതിയാ മതി. അവന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ആദായമാണല്ലോ. മോളെ, നീ പറ എന്താ വേണ്ടെന്ന്. അമ്മാവൻ പറഞ്ഞതാ ശരി. നമുക്കിത് വേണ്ട. ഇതൊക്കെ കിട്ടിയിട്ട് എന്തിനാ? അതാരാ? ഉണ്ണിയുടെ ആരാ? വിധവയാണ്. സുജാത? അതെ. എങ്ങനെ അറിയാം? ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താ എന്താ എന്നെ പറ്റി പറഞ്ഞത്? ഇഷ്ടാണെന്നാ? അതെ. മോളകത്തേക്ക് വയ്ക്കോ. ഉണ്ണിയെ വളരെ അടുത്തറിയാമായിരുന്നില്ലേ? അവന്റെ മനസ്സ് എനിക്ക് നല്ലോണം അറിയാം. എനിക്കതറിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. വിധി അല്ലാതെ എന്ത് പറയാനാ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. മരിച്ചെന്ന് കരുതി എത്രയോ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നാള് തന്നെ ചവറയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി 24 പേരെ കാണാതായി. ഒരാഴ്ച കഴിഞ്ഞപ്പോ 23 പേരും വന്നു. ദാ ഈ പണം സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് ആ പെങ്കൊച്ചിന്റെ കല്യാണം നടത്തണം. ഉണ്ണിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കാതെ സന്തോഷമായി ജീവിക്കും. അതെ, മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ, അതോർത്തെങ്കിലും സന്തോഷിച്ചു. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. എന്റെ മോൻ എത്ര അകലെ പോയാലും അവൻ മനംനൊന്ന് വിളിച്ചാൽ ഞാനത് അറിയും. അവൻ പോയ പിന്നെ പലവട്ടം ഞാനത് അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്.
പുറത്തേക്ക് പോവാം. വേണ്ട, ഞാൻ അങ്ങോട്ടില്ല. ആരോടാ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് വാ, നമുക്ക് ഉടനെ പോവാ. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ വരാം. പറ്റില്ല. ഈ നിമിഷം നീ എന്റെ കൂടെ വരണം. അച്ഛനാ വിളിക്കുന്നത്. എന്നെ നീ ഓർക്കണ്ട. നിന്റെ അമ്മയുടെ കണ്ണീര് അതും നീ കാണണ്ട. പക്ഷെ നീ കടലിൽ ചാടിയ അന്ന് മുതല് നിന്റെ വിധവയായിട്ടൊരു പെൺകുട്ടി എന്റെ വീട്ടിലിരിപ്പുണ്ട്, സുജാത. അവളെ നീ ഓർത്തേ പറ്റൂ. അവളെ കണ്ണീര് അച്ഛാ, നിന്നെ നടക്കാൻ പഠിപ്പിച്ച കൈയായത്. ഇപ്പൊ ഞാൻ യാചിക്കുക, ഈ കൈ നീ വിടരുത്. മോൻ അച്ഛന്റെ കൂടെ വരണം. ഉണ്ണി, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കൽക്കട്ടയിലെ സർവാജി? ഹലോ. ആ, എന്താ ഇത്? ചടങ്ങുകളൊക്കെ തുടങ്ങാറായില്ലേ? വേഗം വാ. ഉണ്ണികൃഷ്ണ, അവനിപ്പോ ഈ കുടുംബത്തിലൊരു അംഗമാണ്. അച്ഛന്റെ ഉണ്ണികൃഷ്ണനല്ല. അതെങ്ങനെയാണോ അവൻ എന്റെ മോനല്ലാണ്ടാകണേ? എന്റെ ജോലിക്ക് എന്നേക്കാ വലിയ അവകാശം ഇവിടെ ഉണ്ടെങ്കിലേ അത് ആരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. കയ്യെന്നുടാ. അച്ഛൻ പ്രശ്നം ഉണ്ടാക്കരുത്. കയ്യെന്നുടാ. പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ടല്ല പോകുന്ന. ഞാൻ പറഞ്ഞതല്ലേ? പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ട് പോകും. എന്നാ ചെല്ല്, ചെന്ന് ചോദിക്ക്. ഇപ്പൊ അവകാശം പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ, അവനെ കൊലക്ക് കൊടുത്ത് ഇറങ്ങി ചെല്ല്, ചെന്ന് ചോദിക്ക്. നിങ്ങൾ എല്ലാവരും കൂടി അവനെ ഈ അവസ്ഥയിലാക്കിയത്. ഇനിയെങ്കിലും അവൻ സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടെ. അച്ഛൻ പോ. അവൻ മരിച്ചെന്ന് കരുതിക്കോ. അയാള് പറഞ്ഞ സത്യമാണോ? നമ്മുടെ ഉണ്ണി മരിച്ചവർ തിരിച്ചു വരില്ല. വരുമെന്ന് കരുതിയ നമ്മളൊക്കെ വിഡ്ഢികളാ. അതിലേറ്റവും വലിയ വിഡ്ഢിയാരാന്നറിയോ? നീയാ. നീ അവൻ നിന്നെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ അവന്റെ വിധവയായത്? ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ. എന്തൊക്കെയാ പറയണത്? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ നിനക്ക് അവകാശമില്ല. ഇറങ്ങണം. അപ്പോ താനവനെ കണ്ടല്ലേ? താൻ വിളിച്ചിട്ട് തന്റെ മോൻ വന്നില്ല അല്ലേ? ഇത് ഇവിടം കൊണ്ടൊന്നും തീരൂന്ന് കരുതണ്ട. ഇപ്പൊ മനസ്സിലായില്ലേടി നിന്റെ ഭർത്താവിന്റെ സ്നേഹം? അവന് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇനി ഞാൻ പറയുന്നതിന്റെ മുമ്പിൽ കഴുത്ത് കാട്ടി കൊടുത്തോളും. അല്ലെങ്കിൽ തന്റെ മുമ്പിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ഞാനിവിടെ. അതും നാം കാണും. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. സുജാതയെ കാണണം. അവളോട് മാപ്പ് പറഞ്ഞ് സമ്മതം വാങ്ങണം. വരും, തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണ്ണി, മോനെ. അച്ഛാ, ഞാൻ വന്നല്ലോ, എന്റെ പൊന്നുമോനിങ്ങി വന്നല്ലോ. ഓർക്കണം, ഈ പാപമൊക്കെ ഞാൻ എവിടെ കഴുകിക്കളയെന്ന് എനിക്കറിയില്ല. അച്ഛനോട് ഓർക്കണം. ഒന്നും പറയണ്ട. നിന്നെ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാണ്ടാവും. വാ, വീട്ടിൽ വാ. ഒരു നിമിഷം നേരത്തെ നിന്നെ കണ്ട അത്രയും നേരം കൂടെ ആയുസ് കിട്ടുന്ന 2 പേരുണ്ട്. വാ.
മോളെ സുജേ, മോളിത് ആരാന്ന് നോക്കിയേ. നിന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് മാത്ര ഇവനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. മോളിങ്ങി വന്നേ. ഇനി മോള് കരയണ്ട. ദേ നിന്റെ ചെറുക്കൻ, ഇവനിനി നിന്റെയാ. മോനെ, ഇനി എന്റെ പൊന്നുമോൾ ഒരു നിമിഷം പോലും ഇങ്ങനെ ഇരുന്നൂടാ. നീ ഈ സിന്ദൂരം അവളുടെ നിറയെ തൊടുവിക്ക്. നാളെ എന്റെ വിവാഹമാണ്. ഒന്നും മനഃപൂർവ്വമല്ല. എല്ലാ കടങ്ങളും വീട്ടാൻ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ എന്നെ അവിടെ വിറ്റിരിക്കുക. ഇപ്പോ ഞാൻ ഇവിടുത്തെ അല്ല, അവരുടെയാ. മോനെ, ഇവള് നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവളല്ല. മരിച്ചെന്ന് കരുതി എല്ലാ സുഖങ്ങളും ത്യജിച്ച് നിന്റെ വിധവയായിട്ട് കഴിയുന്നവളാ. അവിടെ കണ്ണീരി കുടുംബത്തിൽ വീണ ദൈവം പോലും പൊറുക്കില്ലടാ. നിന്റെ അച്ഛനെ അമ്മയെ പാവം പെങ്കൊച്ചിനെ ഒക്കെ മറന്നിട്ട് ഏത് കട ഉണ്ണി നീ വീട്ടാൻ പോണേ? എന്തൊക്കെയാ നീ നേടാൻ പോണേ? ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ അവര് സമ്മതിക്കില്ലേ? സുജി, ഞാൻ ബുദ്ധിമുട്ടാച്ച വേണ്ടാട്ടോ. ഞാനിങ്ങനെ വെറുതെ ഉണ്ണി, നിനക്ക് എന്താ വേണ്ടേച്ചാ ചോദിച്ചോ. എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റു പെറുക്കാം. തെരുവിലിറങ്ങി പിച്ചെടുക്കേണ്ടി വന്നാലും നീ ചോദിക്കുന്നത് ഞാൻ തരാം. നീ എന്റെ മോളെ വിട്ടു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അവനെവിടെ? ഉണ്ണി, നിന്നോട് പറയാതെ അവനെവിടെ പോവില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പഞ്ചാബികളെ ഇങ്ങോട്ട് വരുത്തരുത്. എന്തായാലും അങ്ങോട്ട് ചെന്നേ പറ്റൂ. നീ ഒന്നും ആലോചിക്കണ്ട, വണ്ടിയിലോട്ട് കയറി. നീ കേറ്. ഇവിടെ കേറാനല്ലോ എന്നോട് പറഞ്ഞത്. നീ കേറിക്കേ. വെളി കേറ്. ആ വണ്ടി വിട്ട്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന്. വേണ്ട, ഒരു സത്യം നീ ലംഘിച്ചു. നിന്റെ അവകാശികളെ തേടി നീ പോയി. ഇനിയൊരു സത്യം കൂടിയുണ്ട്. പൂജയെ വിട്ട്, ഈ കുടുംബം വിട്ട് നീ പോവില്ലെന്ന്. ഇനി അതും ലംഘിക്കോ നീ? അവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലിൽ ഒരിക്കൽ അവളുടെ കണ്ണീര് വീണതാ. ഇനി അവൾക്കൊരു ചതിവ് പറ്റിയ ഞാൻ കാരണം പൂജ ഒരിക്കലും വേദനിക്കില്ല.
ഇത് എന്റെ വക ഒരു സമ്മാന, ഒരു മോതിരം. ഇത് നിന്റെ വിരലിൽ കയറില്ല, അത്രക്ക് ചെറുതാ. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതില്ല. എന്നെ കൊണ്ട് അത്രേ കഴിയുള്ളടാ. നമസ്തേ, അങ്ങോട്ടിരിക്കാം. കല്യാണം നടന്നോ? നടക്കാൻ പോണേ ഉള്ളൂ. നടക്കാൻ പോണാ? ഇപ്പഴാ? നടക്കാനൊക്കെ പിന്നെ പോവാന്ന് പറ. ആദ്യം കല്യാണം നടത്താൻ നോക്ക്. ഇതും കൂടെ നടന്നില്ലേ പിന്നെ ഇതും പറഞ്ഞ് എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ പറ്റൂല. നടക്കാ, നീ ആടാ നടരാജനാ. ജലന്ധറിലെ കച്ചവട രാജാക്കന്മാർ ഒരാളാ മിസ്റ്റർ ജോഗീന്ദ്ര സിംഗ്. വരണം ഉണ്ണി, ഇത് എന്റെ അച്ഛനാ. ഇത് ഇവന്റെ അമ്മയാ. നിർത്തൂ. ഇത് ഇവന്റെ പെണ്ണാ, ഇവന്റെ മുറപ്പെണ്ണ്. ഇവക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. എന്റെ മോനെ അങ്ങ് തിരിച്ചു തരണം. തിരിച്ചു തരാനോ? അതെ, ഞങ്ങൾക്ക് അവനെ തിരിച്ചു തന്നേ പറ്റൂ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഞങ്ങൾ ഉണ്ണിയം കൊണ്ടേ പോകൂ. നീ ഇവനെ കൊണ്ടുപോവോ? കൊണ്ടുപോകൂടാ, കൊണ്ടുപോകും. എന്താ സംശയം? കൊള്ളപ്പന്നി, എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നീ അവനെ കൊണ്ട് പോവോ? വിടണോ എന്നെ? എട്ടാം പേരെ ആളെ കെട്ടിയില്ലേ നിന്റെ പെങ്ങളെ കളകിക്കൂട്ടെ തള്ളടാ. മര്യാദക്ക് മാറി കിടങ്ങട്. ഇത് എന്റെ വിട്ടുകൊടുക്കില്ല, ആര് വന്നാലും വിട്ടുകൊടുക്കില്ല. മോളെ ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ മോനെ ഇങ്ങ് വിട്ടു തരണം. ഇത്രയും നാൾ ഉണ്ണേട്ടന്റെ വിധവാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ കഴിയേണ്ടത്? പറ, കുട്ടി തന്നെ പറ. അവൾക്കൊന്നും പറയാൻ കഴിയില്ല. ഓമയ Ha
വരില്ല. ഒരിക്കലും. വയ്യ. ഒരാളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് ഈ വീട്ടിലാരും സന്തോഷിക്കാറില്ല. ജീവനും ത്യാഗം ചെയ്യുന്നവരാ പഞ്ചാബികള്. ആ രക്തമല്ല അവൾക്കും. അവളും ത്യാഗം ചെയ്യട്ടെ. മനസ്സിലെ സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും വയ്യ. അതിനെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടിട്ട് പോണത്? ഈ കുടുംബത്തിന്റെ മുഴുവൻ ശാപം വാങ്ങിയിട്ട് നമുക്കൊന്നും നേടണ്ട. ഉണ്ണേട്ടനെ ഞാൻ ശപിക്കില്ല. ഞങ്ങൾ ആരും ശപിക്കില്ല. ഞാൻ ഇനി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല. വിധവയുടെ വേഷവും കേട്ടില്ല. ആ മിണ്ടാപ്രാണിക്കൊരു ജീവിതം കൊടുത്ത എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവുകയുള്ളൂ. നിറഞ്ഞ മനസ്സോടെ ഞാനീ പറയണേ.